ആളില്ലാത്ത പോസ്റ്റക്ക് ഗോൾ അടിക്കണ മാജാസ് എന്റെ പ്രസംഗം. കാരണം എന്താ അറിയോ, 19 മന്ത്രിമാരവിടെ ഇല്ല, ധനകാര്യമന്ത്രി ഇല്ല. ഇങ്ങക്ക് എവിടെയാണ് ഒരു ജനാധിപത്യ ബോധം ഉള്ളത്? ആർക്കാണ്? എന്ത് മന്ത്രിമാര്? ധനകാര്യമന്ത്രി അല്ലേ മറുപടി പറയണ്ടേ? നിങ്ങൾ ആരെങ്കിലും പോയി അവിടെ പറയോ? ആരുമില്ല. ഇല്ല, വെറുതെ പറയണ്ട, ഇരുന്നോളെ അവിടെ. ഞാൻ ഇങ്ങനെ കരുത് ഉരുളണ്ട. സർ കേന്ദ്ര ബഡ്ജറ്റ് നമുക്ക് എണ്ണ എടുത്ത് ഏൽപ്പിച്ചു തന്നു. സംസ്ഥാന ബഡ്ജറ്റ് ബാലഗോപാല് അത് കുളിപ്പിച്ച് തന്നു. ഇതൊരു പോയിന്റ് ഇല്ല. പൊന്നാരി സുബാൽ അവിടെ ഇരിക്ക്. സർ ഈ ബഡ്ജറ്റില് ഈ ഗവൺമെന്റ് എന്താ നിങ്ങൾ പറയണത്? പെൻഷന്റെ കുടിശ്ശിക സമയബന്ധിതമായി കൊടുക്കും എന്നാണ് ധനകാര്യമന്ത്രി പറയുന്നത്. പ്ലീസ് ഡൗൺ. സർ, സമയത്ത് കൊടുക്കാത്തതിനെയാണ് സർ കുടിശ്ശിക എന്ന് പറയുന്നത്. അത് സമയബന്ധിതമായി കൊടുക്കും എന്നാണ് മന്ത്രി. എന്തൊരു ഏർപ്പാടാ! നിങ്ങൾ ആരോട് അതൊക്കെ പറയണത്? പിന്നെ നിങ്ങൾ പറയണത് ഇപ്പൊ ഇവിടെ വലിയ കാര്യം, ആദ്മി പാർട്ടി ഡൽഹിയിൽ ജയിച്ചു, തോറ്റു, അതിനാണ് നിങ്ങൾക്ക് സങ്കടം. ഞാൻ CPI-ക്കാരോടും CPM-നോടും ചോദിച്ചു, എന്തിനാ നിങ്ങൾ മത്സരിച്ചാ പോയത്? ഇല്ല 247 വോട്ടും 347 വോട്ടും ആദ്മിക്കാർ കൊടുത്താൽ പോരല്ലോ. അത് പോരെ? എന്തിനാ അത് എന്തിനാ നിങ്ങൾ മത്സരിച്ചേ? Why should you contest the election? Sir, ഈ ആദ്മി പാർട്ടി ഞാൻ ചോദിക്കട്ടെ, ഹരിയാന തെരഞ്ഞെടുപ്പ് വന്നു, കോൺഗ്രസ് അധികാരത്തിൽ പോയി, ആരെ കൊണ്ട് പോയി? ആദ്മി പാർട്ടി അവിടെ മത്സരിച്ചു. അന്ന് നിങ്ങൾക്ക് സങ്കടമില്ലല്ലോ. അന്ന് നിങ്ങൾക്ക് കോൺഗ്രസ് തോറ്റാൽ മതി. BJP വന്നാലും നിങ്ങൾക്ക് പ്രശ്നമില്ല, നിങ്ങൾക്ക് പ്രശ്നമില്ല. ഇല്ല, ഗോവയില് ആദ്മി മത്സരിച്ചു, കോൺഗ്രസ് തോറ്റു. BJP അന്നൊന്നും ഈ വിലാപം ഇവിടെ കേട്ടിട്ടില്ലല്ലോ. ഗുജറാത്തില് ആദ്മി മത്സരിച്ചു, ഗുജറാത്തിൽ കോൺഗ്രസ് തോറ്റു. അവിടെ നിങ്ങൾക്ക് വികാരമുണ്ടായിട്ടില്ലല്ലോ. എവിടെ ഇങ്ങക്ക് ആത്യന്തികമായ ലക്ഷ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ലിയർ ആയിട്ട് പറയാ, ആദ്മി പാർട്ടിയും BJP-യും ഒരു നാണയത്തിന് ഒരു ഇതാണ്, രണ്ടു കറക്കാം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറഞ്ഞതിന് എങ്ങനെ താങ്ങുക? നിങ്ങൾ ചോദിക്കുക, കോൺഗ്രസുമായി സഖ്യമില്ലാന്ന് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന കെജ്രിവാളല്ലേ പറഞ്ഞത്? പിന്നെ നിങ്ങൾ ഈ കോൺഗ്രസ് കോൺഗ്രസ് വലിയ പാർട്ടിയില്ല. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് കമ്പ്യൂട്ടർ CPI-ക്കാരോടില്ല, നിങ്ങൾ അവിടെ ഇല്ല. ഞാൻ ചോദിക്കട്ടെ CPM-മാരോട്, ബംഗാളില് ഇങ്ങളെ തോൽപ്പിച്ചത് തൃണമൂല. ആ ബംഗാളില് തൃണമൂലിനെ തോൽപ്പിച്ചപ്പോൾ നിങ്ങൾ തൃണമൂലിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആരെ കൊടുക്കുന്നത്? കോൺഗ്രസിന്റെ കൊടുക്കുന്നത്. തൃണമൂല് തോറ്റാ രാജ്യം തന്നെ BJP. പിന്നെന്താ ഈ പറയാം? ഇങ്ങളെ പറയാം. അതുകൊണ്ടില്ല, ഇങ്ങക്കൊക്കെ വൈകി വന്ന ബുദ്ധി ഉണ്ടാവുള്ളൂ. ഇപ്പൊ നിങ്ങൾ എടുക്കാൻ പോണത് വിദേശ സർവകലാശാല. ആ വിജിൻ അവിടെ ഉണ്ടോ? എന്റെ ബഹുമാനായ സുഹൃത്ത്, യുവ സുഹൃത്ത് വിജിൻ. ആ വിദേശ സർവകലാശാല നമ്മുടെ വിദേശ നേതൃത്വത്തിന് പോയിട്ട് മുഖത്തടിച്ചത്. എന്നിട്ട് നിങ്ങളിപ്പോ വിദേശ സർവകലാശാലക്ക് അതിന് ക്യാമ്പസ്, അതിന് സൗകര്യങ്ങൾ ഒക്കെ ചെയ്യാം. സ്വാശ്ര കോളേജ് ഇങ്ങക്കില്ല. ഒന്നാമത് ഇങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. ആരെങ്കിലും കോൺഗ്രസ് വന്നാൽ, ആരെങ്കിലും ലീഗ് പോയാൽ ഓനെ പിടിച്ച് പിറ്റേന്ന് സ്ഥാനാർത്ഥിയാക്കുന്ന ഒരു ഗതികേടിലേക്കാണ് നിങ്ങൾ പാർട്ടി എത്തിയത്. പണ്ട് നിങ്ങൾ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് ഒരുത്തം വരണമെങ്കിൽ ബ്രാഞ്ച്, ലോക്കല്, ഏരിയ, ജില്ല കഴിഞ്ഞിട്ടുണ്ട്. പൊന്നാറ സെക്രട്ടറി, നിങ്ങളെ സെക്രട്ടേറിയറ്റ് അല്ലേ, കേന്ദ്ര കമ്മിറ്റി അല്ലേ? നിങ്ങൾ ആലോചിച്ചിട്ട് എവിടെയാണ് പാർട്ടി? പണ്ട് നിങ്ങൾ ചിന്ത കൊടുക്കും. ഞാൻ പറയട്ടെ, എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഈ പാർട്ടി ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റി ഗോവിന്ദ മാസ്റ്റർ ക്ലാസ് എടുക്കാണ്. ഞാനിങ്ങനെ അന്തപൂടാണ്. അത് കേട്ടിട്ട് ഈ കുട്ടികളൊക്കെ സ്റ്റേറ്റ് കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി ഇങ്ങനെ നിൽക്കലുകള് ഉള്ളാട്ടിക്കാണ്ട് എന്തൊക്കെ നിങ്ങൾക്ക് പറയാൻ കഴിയുള്ളൂ. എന്താ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത്? ഇങ്ങനെ മൂത്ത് വന്നാൽ പിന്നെ മാർക്സിസത്തിന് എന്ത് പ്രസക്തി എന്താണ് നിങ്ങൾ ചോദിക്കുന്നത്? അവിടെയും മാർക്സിസത്തിന് പ്രസക്തി ഉണ്ട്. എന്നിങ്ങനെ ആ ഉപയോഗിക്കുമ്പോൾ 60% ആളുകളുടെ ജോലി പോകും, അധ്വാന വർഗത്തിന് പണിയില്ലാതെയാവും, കമ്പോളത്തിലെ ക്രിയാവിക്രയശേഷിയുടെ 60% കുറവുണ്ടാവും, മുതലാളിത്തത്തിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളില്ലാതെയാവും,
ലോകത്തെ ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയാതെ വരും. അത് സോഷ്യലിസത്തേക്കുള്ള പാതയൊരുക്കും. അങ്ങനെ വരുമ്പോൾ ഉള്ളവരും ഇല്ലാത്തവരും തമ്മിൽ അന്തരം കുറയും. അത് മൗലിക മാറ്റത്തിന് കാരണമാകും. ഈ സാഹചര്യത്തിലാണ് മാർക്ക് സമ്പത്തിന്റെ വിജനം എന്ന് പറയുന്നത്. ഇത് ചിലപ്പോൾ നടക്കണമെങ്കിൽ 100-150 കൊല്ലം കഴിയുന്നു. ഭാഷ പറയുന്നത് ഞാൻ അത് കേട്ടത് കൈയടിച്ചല്ലേ. പിന്നെ എന്താ അങ്ങനെ പറഞ്ഞു? പിന്നെ മാർക്സിസത്തിന്റെ കാലഘട്ട ദോഷം ഉണ്ടാവില്ല, എന്നാൽ മതഗ്രന്ഥങ്ങൾക്കൊക്കെ കാലഘട്ട ദോഷം ഉണ്ടാവും. നല്ല മുന്നേ ശരിയാ, ഇങ്ങൊക്കെ ഉണ്ടാവുള്ളൂ. ഇങ്ങൊക്കെ ഇവിടെ അല്ലത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പിന്നെ ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കില്ല. പിന്നെ ഇങ്ങനെ പറഞ്ഞു ഞങ്ങളെ പറ്റി ലീഗ്, ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമി, മറ്റൊരു. ഞാൻ ചോദിക്കട്ടെ, അന്ന് നിങ്ങൾ പൊന്നാനി തെരഞ്ഞെടുപ്പപ്പോൾ സ്വന്തം പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗത്തിന് എണീറ്റ് കൊടുക്കാത്ത നിങ്ങൾ 2 മണിക്കൂർ അവിടെ ഇങ്ങനെ കാത്തു നിന്നിട്ട് വന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചത് ഞങ്ങളല്ല, നിങ്ങളാണ് തോൽക്കുമ്പോ. ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമി SDP 18,000 വോട്ടിന് രാഹുൽ മാങ്കൂട്ടം ജയിച്ചപ്പോ അപ്പൊ നിങ്ങളില്ല ബാർബർഷാപ്പിലെ കല്ല് പോലെ തേജ് പോണ പാർട്ടിയായിട്ട് CPM മാറിയിക്കണം. ഞാൻ എന്താ മനസ്സിലാക്കാത്തത്? നിങ്ങളാണ് പറയണത്, വെറുതെ അങ്ങോട്ട് പറയണത്. പിന്നെ സർ, ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയോട് ഞാൻ ചോദിക്കട്ടെ സർ, ഈ വന്യജീവിന്റെ അക്രമം ഇവിടെ ഉണ്ടാവും ഞാൻ വിചാരിച്ചിട്ടില്ല. അതിങ്ങനെ കേറിയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. സർ, ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി, നിങ്ങൾ കടം എടുക്കണ പൈസയിൽ 92% നിങ്ങൾ കടം തിരിച്ചടക്കാനാ കൊടുക്കണത്. 8% നാട്ടിലെ ഒരു കാര്യത്തിന് വരുന്നുള്ളൂ. എവിടെയാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നടക്കുക? സർ, തൊഴിലില്ലായ്മ ഇവിടെ ബഹുമാനപ്പെട്ട രാജീവ് സാർ ഇരിക്കണം. നിങ്ങൾ വ്യവസായ മന്ത്രിയാണ്. പ്ലീസ്. നിങ്ങൾ കേരളത്തിന്റെ വ്യവസായ മന്ത്രിയാണ്. അത്യാവശ്യം ഒരു ബോധമുള്ള മനുഷ്യനാണ്. അതുകൊണ്ടാണ് സർ 7.2% സർ നമ്മളെ ഇവിടുത്തെ തൊഴിലില്ലായ്മ നിരക്ക്. ആ നമ്മുടെ തൊഴിലില്ലായ്മ നിരക്ക് കേന്ദ്ര നിയമം 3.2. എന്താ കാരണം? അത് നിങ്ങളൊന്ന് പറയണം. എങ്ങനെ പറ്റി നമ്മുടെ തൊഴിലില്ലായ്മ എത്ര ദുർബലമായത്? ദുർബലമായ സമ്പത്ത് അതിന്റെ പ്രശ്നം തന്നെയാണ്. പൈസ അല്ല, തൊഴിലുണ്ടാക്കാൻ കഴിയില്ല. നിങ്ങൾ ഉഷാറാണ്. നിങ്ങളെ 12 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 1-ാം തീയതി ശമ്പളം കൊടുക്കാൻ കഴിയില്ല. പിന്നെ നിങ്ങൾ നോക്കണം, നിങ്ങൾ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയാണ്. ഒരുത്തം അധ്വാനിച്ചാൽ അവന്റെ വിയർപ്പ് ഒട്ടുന്നതിന് മുമ്പ് അവന് കൂലി കൊടുക്കണമെന്ന് പഠിപ്പിച്ച മതത്തിന്റെ അനുയായികളായ ഞങ്ങൾ, അത് സോഷ്യലിസം വരും എന്ന് പറയുന്ന നിങ്ങൾ പക്ഷെ ശമ്പളം 6 മാസത്തിന് കൊടുക്കുന്നുണ്ടോ? നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. 12 മാസം. നിങ്ങൾ 12 പൊതുമേഖലാ സ്ഥാപനങ്ങൾ. ഞാൻ പറഞ്ഞല്ല, എക്കണോമിക് റിവ്യൂ അതിന് നോക്കണം, അത് വായിക്കണം. അതിന് വായിച്ചിട്ട് നിങ്ങൾ പറയണം, അത് പഠിക്കണം, അത് പറയണം. ചില ആളുകൾ ബുക്ക് വായിച്ചിട്ട് ഇങ്ങനെ പറയും, നമ്മളിത് കാണാപ്പാടം പറയാം നിങ്ങളോട് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ മന്ത്രിനോട്, കേന്ദ്ര ഫണ്ട് നിങ്ങൾക്ക് എങ്ങനെ കിട്ടുക? ഫിനാൻസ് മിനിസ്റ്റർ, നിങ്ങൾ ആ പൈസ ചെലവായിക്കളില്ലേ സമയത്ത് നിങ്ങൾ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ടോ? നിങ്ങളൊരു ആത്മപരിശോധന നടത്തണം. നിങ്ങൾ കൊടുക്കണില്ല. നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ സൈലന്റ് ആയി. നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് കേട്ടോ. സർ, പിന്നെ സർ, ലൈഫ് പദ്ധതിക്ക് 1160 കോടിയായി പ്രഖ്യാപിച്ച് കഴിഞ്ഞ പ്രാവശ്യം. ഇപ്പോൾ കഴിഞ്ഞ തവണ നിങ്ങൾ 750 കോടി പ്രഖ്യാപിച്ചു. 25% മാത്രമാണ് ചെലവഴിച്ചത്. നിങ്ങളിങ്ങനെ പറയല്ലാതെ എവിടെയാണ്? പിന്നെ ഈ ധനകാര്യമന്ത്രിയോട്, നിങ്ങൾ ഒരു ധനകാര്യമന്ത്രിയാണ്, നിങ്ങൾ നല്ല മനുഷ്യനാണ്. പക്ഷെ അതിന് മുനീർ സാഹിബ് പറഞ്ഞ മതി സാർ, നിങ്ങൾ ഭരണപക്ഷിയാണ്. അതിപ്പോൾ എല്ലാവർക്കും ഉണ്ടാകും. ഭരണകക്ഷിക്ക് ഒരു ലീനുണ്ടാവും. ഇപ്പം നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ പ്രതിപക്ഷത്തായിപ്പോയി. പക്ഷേ ഒരു 55% 60% എടുത്തിട്ട് ഒരു 40% ഓർക്ക് കൊടുക്കേണ്ട അദ്ദേഹം ഞങ്ങൾക്ക് തരണ്ടേ? നിങ്ങളതാ ചെയ്തത്. നിങ്ങൾ ആലോചിക്കണം, ഇബ്രാഹിം കുഞ്ഞ് കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് ഗ്രാമീണ റോഡ് വന്നപ്പോൾ അന്ന് 5 കോടി രൂപ കൊടുത്തപ്പോൾ ആ 5 കോടിയിൽ ഇങ്ങൾക്ക് 3.5 കോടി ആയപ്പം എൻ്റെ ബഹുമാനായ സുഹൃത്ത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അടക്കം വന്നിട്ട് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അന്ന് കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രി മുസ്ലിം ലീഗിന്റെ അസംബ്ലി പാർട്ടി ലീഡറായിരിക്കുന്ന സമയത്ത് പറഞ്ഞപ്പോൾ അപ്പം അതിന് വരാനുണ്ടാക്കി 20% ഒരു പദ്ധതി. അത് നിങ്ങൾ എന്ത് ചെയ്ത്? അയാളൊരു മുൻമന്ത്രി, 32 കൊല്ലം കേരള നിയമസഭ അംഗം,
അദ്ദേഹത്തിന്റെ ഒരു മണ്ഡലത്തിൽ ഒരു പ്രദേശമാണ് സുബാന CPM ബുദ്ധിയുടെ വർഗ്ഗങ്ങൾ ഒരു പറഞ്ഞു കൊടുക്കുന്നത് ബുദ്ധിയുടെ പാർട്ടി ആളുകൾ പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഇങ്ങനൊക്കെ ഒരു വിവേചനം കാണിക്കുന്ന നിലപാടില്ല. അതുകൊണ്ട് കോൺഗ്രസിനെ നിങ്ങൾക്ക് കൈവിടാൻ കഴിയില്ല. ഇവിടെ നിങ്ങളൊക്കെ പറഞ്ഞാലും ഇനിയിപ്പോ ഒരു കാര്യം നൗഷാദേ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ക്ലാസ് നിങ്ങൾക്ക് എടുത്തരാൻ വേണ്ടി ഞാൻ ഗോവിന്ദ മാസ്റ്ററോട് പറയാം. ഞാൻ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞിട്ട് 100-150 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ 2 തലമുറ കഴിഞ്ഞിട്ട് ആ കുട്ടികൾക്ക് എങ്ങനെയെങ്കിലും ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് പഠിക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കി തരാൻ ഞാൻ ഉപദേശിക്കാം എന്നാണ് പറഞ്ഞത്. എന്തൊരു വൈരുദ്ധ്യാശത ആർട്ടിഫിഷ്യൽ ഭൗതിക വാദമാണ് ചെറുത്. ശൈലജ ടീച്ചർ എന്ന് പറഞ്ഞാൽ നല്ലൊരു കമ്മ്യൂണിസ്റ്റാണ്. അത്യാവശ്യം വിവരമുണ്ട്, അത്യാവശ്യം കോമൺ സെൻസും ഉണ്ട്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ മാനേജ് ചെയ്തോടെ പോവുകയാണ്. അതുകൊണ്ട് ഈ ബഡ്ജറ്റ് ജനങ്ങൾക്ക് ഉപകാരമില്ല, നാട്ടുകാർക്ക് ഉപകാരമില്ല. ഏതാണ്ട് പറഞ്ഞു. പിന്നെ ഒരു മനുഷ്യൻ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച് ഇവിടെ പ്രസംഗിക്കുമ്പോഴൊക്കെ ഞാൻ എൻ്റെ ബഹുമാന സുഹൃത്ത് VS ജോയ് പി ജോയ്, അദ്ദേഹം ജില്ലാ സെക്രട്ടറി സ്പ്രേ വാങ്ങൂല, സോപ്പ് വാങ്ങൂല, ആര് ഗിഫ്റ്റ് ഒന്നും വാങ്ങൂല. പക്ഷെ അയാൾ ഇന്നത്തെ പ്രസംഗത്തിൽ ആ ഊർജ്ജസ്വലത കണ്ടില്ല. കാരണം ബഡ്ജറ്റ് നിരാശകരമാണെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. എങ്ങനെ പാർക്കിന്റെ കമ്മിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യുന്നതാണ് ആലോചിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ബഡ്ജറ്റ്